അസ്സലാമു അലൈക്കും. നമുക്കിന്ന് 2 നേന്ത്രപ്പഴം വെച്ച് അട ഉണ്ടാക്കാം. നേന്ത്രപ്പഴത്തിൻ്റെ അട നല്ല ടേസ്റ്റാണ് തിന്നാൻ. നേന്ത്രപ്പഴം കൊണ്ട് അട ഉണ്ടാക്കിയാൽ 2 പഴം ചെറുതാക്കി മുറിക്കണം. മുറിച്ച പഴം നമുക്ക് ഫ്രൈ പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് വിളയിച്ചെടുക്കണം. അതിലേക്ക് അച്ചി ശർക്കര ഇതേപോലത്തെ 3 അച്ചിയാണ് ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു മുറി തേങ്ങൻ്റെ പകുതി, വലിയൊരു തേങ്ങൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക, മിക്സാക്കി കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് വിളയിച്ചെടുക്കാം. ചെറിയ തീയിൽ വെച്ചൊന്ന് വിളച്ചിട്ട് 1/2 സ്പൂണ് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ച് ഇളക്കിയെടുത്ത് ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നമുക്ക് പൊടി വാട്ടാൻ വെള്ളം വെക്കണം. 250 ml 3 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട് ഞാൻ. അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് വെള്ളം തിളക്കുന്നുണ്ട്. തിളക്കണ വെള്ളം 250 ml കപ്പിന് 3 കപ്പ് പൊടിയാണ് എടുത്തത്. ആ കപ്പിന് തന്നെ 4 കപ്പ് വെള്ളമാണ് വെച്ച് കൊടുത്തത്. വെള്ളം തിളക്കുന്നുണ്ട്. നന്നായിട്ട് പൊടി ഇട്ട് കൊടുക്കുക. പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നല്ല ചൂടുണ്ട്, തൊടാൻ പറ്റണില്ല. നന്നായിട്ട് ചൂട് കൊടുക്കുക തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ച് ചെറിയ ബോളാക്കിയിട്ട് കൈ കൊണ്ട് പരത്തണം. ചെറിയ ബോളാക്കി എടുത്തിട്ട് കൈ കൊണ്ട് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഈ പഴത്തിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. പഴത്തിൻ്റെ കൂട്ട് നല്ല ടേസ്റ്റുള്ള അടയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഈ അട ഞാൻ പുഴുങ്ങണുണ്ട്, പൊരിക്കണുണ്ട്. കുട്ടികൾക്ക് മാത്രം
4 പൊരിച്ചെടുത്ത് ബാക്കിയൊക്കെ ഞങ്ങൾ പുഴുങ്ങുകയും ചെയ്തത്. ഇത് പുഴുങ്ങിയിട്ട് കഴിക്കുക, പൊരിച്ചിട്ടും കഴിക്കുക. പക്ഷെ പുഴുങ്ങിയതാകുമ്പോൾ എണ്ണ ഒന്നുമില്ലാതെ നല്ല ടേസ്റ്റാണ്. ഞാൻ ഈ പഴം വിളയിക്കണേലും തുള്ളി പോലും നെയ്യൊന്നും ചേർത്തിട്ടില്ല. അത് അങ്ങനെ തന്നെ വിളയിച്ചതാണ്. അതേപോലെ അത് പുഴുങ്ങിയെടുക്കുമ്പോൾ എണ്ണ ഒന്നും ആവുന്നില്ല. പിന്നെ 4 ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഒന്ന് പൊരിക്കണുള്ളൂ. പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്തിയെടുത്താൽ മതി. ചെറിയ ബോൾ എടുത്തിട്ട് ഉരുളകൾ എടുത്തുകൊണ്ട് കൈ കൊണ്ട് തന്നെ പരത്തി ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് 1 സ്പൂണ് പഴത്തിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുക. ഇത് പുഴുങ്ങാൻ വെച്ചതാണ് ഞാൻ. ഇഡ്ഡലി പാത്രത്തിൽ തട്ട് മാറ്റിയിട്ട് അതിനെ ഞാൻ പുഴുങ്ങാൻ വെച്ചതാണ്. നമുക്ക് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങി വെന്തിട്ടുണ്ട്. വെന്തതാ പുഴുങ്ങിയെടുത്തതാണിത്. ഇത് നമുക്ക് പൊരിക്കാനുണ്ട്. വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണിത്. ആറെണ്ണം മാത്രമേ പൊരിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പുഴുങ്ങിയെടുത്തത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പുഴുങ്ങിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ട്. എണ്ണ ഒന്നും ഇല്ലാതെ പൊരിച്ചതിനും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇത് പൊരിച്ചെടുത്തതാണ്. കറുപ്പ് പ്ലേറ്റിലിട്ടാണ് പൊരിച്ചെടുത്തത്. നമ്മൾ പൊരിച്ചെടുത്തതാണത്. ഇത് നമ്മൾ പുഴുങ്ങിയതാണ്. വെള്ള പ്ലേറ്റിലുള്ളത് പുഴുങ്ങി വെച്ചത്. രണ്ടും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാം നല്ല വെന്തിട്ടുണ്ട്. മാവൊക്കെ നല്ല വെന്ത് നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ് തിന്നാൻ. അതേപോലെ നമുക്ക് പൊരിച്ചതും ഒന്ന് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഇൻഷാ അല്ലാ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇൻഷാ അല്ലാ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.